ഗൗരി മഹേശ്വർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത, ദേവി കൃപ ജ്യോതിഷാലയം ആറ്റിങ്ങൽ. വിഷുഫലത്തെക്കുറിച്ച് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ 27 നാളുകാരുടെയും വിഷുഫലം എങ്ങനെ, 2024 വിഷുഫലം എങ്ങനെയാണ്, 1-ാം തീയതി മുതൽ മേടം 1 മുതൽ 1-നാണ് വിഷു തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തേക്കുള്ള ഫലമാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് അശ്വതി, ഭരണി, കാർത്തിക, കാല് മേടം രാശിയുടെ വിഷുഫലമാണ് പറയാൻ പോകുന്നത്. ഈ മേടം രാശിക്കാർക്ക് ഈ മേടം മാസം മുതൽ വളരെയേറെ മാറ്റങ്ങളുടെ ഒരു സമയമാണ്. ഇതുവരെയൊക്കെ അവർക്ക് ഈ വർഷം കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയിരുന്നു. എങ്കിലും അധ്വാനിക്കുന്നതനുസരിച്ച് പണം വരികയും അതനുസരിച്ച് അത് ചെലവാകുകയും ചെയ്തുകൊണ്ടിരുന്നൊരു സന്ദർഭമാണ് ഇപ്പം വരെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മേട വിഷു മുതൽ അവർക്ക് നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. ഒരു സമ്പാദ്യത്തിനുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് മാത്രമല്ല, വരവ് ധാരാളം ഉണ്ടാവുകയും നമുക്ക് ഈ കടങ്ങളൊക്കെ തീരാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർക്ക് കടങ്ങളൊക്കെ തീർത്ത് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള ഒരു അവസരം ഈ മേടമാസത്തോടുകൂടിയല്ല, ഈ വിഷുവോടുകൂടി ഉണ്ടാവുന്നുണ്ട്. ഈ വർഷം അവർക്ക് ഏറ്റവും നല്ല നേട്ടങ്ങളുടെ ഒരു സമയമാണ്. മനസമാധാനവും സന്തോഷവും ഒക്കെ ഉള്ള ഒരു ടൈമാണ് വരാൻ പോകുന്നത്. അപ്പം കടങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടി എത്ര പൈസ ഉണ്ടാക്കിയാലും കടം കാരണം നിവർത്തികേട് അനുഭവിച്ചിരുന്ന മേടം രാശിക്കാർക്കൊക്കെ ഒരു നല്ല മാറ്റം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അവരുടെ കടങ്ങളെല്ലാം കടം തീർന്നാലേ ഒരു സ്വസ്ഥത ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ കടം തീർന്ന് സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു അവസരം ഈ മേടത്തോടുകൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പം അവർക്കുള്ള വിഷുഫലം ഉഗ്രൻ ടൈമായിട്ടാണ് കാണുന്നത്. അതുപോലെ നല്ല ജോലികൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്. അതനുസരിച്ചുള്ള വരുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കുടുംബത്തിൽ സുഖം ഉണ്ടാവുന്നുണ്ട്. സന്താനങ്ങളെ കുറിച്ച് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ദാമ്പത്യ സുഖമൊക്കെ അനുഭവിക്കാനുള്ള അവസരങ്ങളൊക്കെ ധാരാളം ആയിട്ടുണ്ടാവുന്നുണ്ട്. എന്തൊക്കെ ആണെങ്കിലും ഇവർക്ക് നല്ല മാറ്റങ്ങളുടെ ഒരു സമയമാണ്. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യത കൂടുന്നുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വീടൊക്കെ, പഴയ വീടുകളൊക്കെ പുതുക്കി വെക്കാനും, അല്ലെങ്കിൽ വസ്തുവകകളൊക്കെ വിൽക്കാതെയൊക്കെ ബുദ്ധിമുട്ടിലിട്ടിരുന്ന സാധനങ്ങളൊക്കെ വിറ്റ് നമ്മുടെ കൈവശം നല്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരവസരമാണ് ഈ വിഷു മുതൽ നമുക്ക് കൈവന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മുമ്പിലത്തേക്കാൾ നമുക്ക് കൈമോശം വന്നു പോയിട്ടുള്ള പല ആവശ്യങ്ങളും, അതായത് നഷ്ടപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഈ വിഷുവോടുകൂടി നമുക്ക് അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ അതുവഴി തന്നെ നമുക്ക് ധാരാളം സന്തോഷത്തിനിട നൽകുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. പിന്നെ രാത്രി സഞ്ചാരമൊക്കെ ഒന്ന് കുറച്ച് ശത്രുക്കളുടെ ഒരു ശല്യം അല്ലെങ്കിൽ ഉപദ്രവത്തിന് കാരണം ആവും. അപ്പം അതിനാണ് നമ്മൾ രാത്രി സഞ്ചാരങ്ങളെല്ലാം മാറ്റി നമ്മൾ പകൽ മാത്രം പുറത്തു പോകാനും അതുവഴിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനും ശ്രമിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോഴാണല്ലോ ശത്രുക്കൾക്ക് അസൂയ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു പാത്രം ആവാനുള്ള ഇടയുണ്ടാവരുത്. അപ്പോൾ എന്തായാലും രാത്രിയിൽ ഒരു 8 മണി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങേറ്റം പോയാൽ ഒരു 9 മണി കഴിഞ്ഞാൽ രാത്രിയിലുള്ള യാത്ര എന്ത് തന്നെ ആയാലും നിങ്ങളത് മാറ്റി വയ്ക്കേണ്ടതാണ്. എന്നിട്ട് ശേഷം നിങ്ങൾ പകല് നിങ്ങൾക്ക് എത്രയും സമയമുണ്ടല്ലോ അത് അനുസരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക.
രാത്രിയിലുള്ള പരിപാടികളൊന്നും വേണ്ടാന്ന് വയ്ക്കുക. അങ്ങനെ ആ തരത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് മാറ്റി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള ഒരു മനസ്സന്തോഷവും സമാധാനവും സമ്പത്തും എല്ലാം കൈവരുന്ന ഒരു സമയമാണ്. ഇത് സന്തോഷകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എല്ലാം കുടുംബവുമായിട്ടൊക്കെ കൂടി ആലോചിച്ച് നല്ല തീരുമാനത്തിൽ കൂടി മുമ്പോട്ട് പോകാൻ ശ്രമിച്ചാൽ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നൊരു വിഷുവാണ് ഈ വരാൻ പോകുന്നത്. ഈ വിഷു മുതൽ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങൾ സന്തോഷാനുഭവങ്ങളെല്ലാം കൈവരുന്ന ഒരു ടൈമാണ് ഇത്. നല്ല ശാന്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എല്ലാ ഈശ്വരാനുഗ്രഹം എല്ലാം തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.